കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ കെ.എസ്. അനിൽകുമാറിന് വിസിയുടെ നോട്ടീസ്. സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കിയാണ് നോട്ടീസ്. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമ അതോറിറ്റിയെ സമീപിക്കാമെന്നും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, അസാധാരണമായ സംഭവ വികാസങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില, സസ്പെൻഷനുണ്ടായിരുന്ന രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നോടിയായി തന്നെ രജിസ്ട്രാർ വഴി എത്തുന്ന ഫയലുകളൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് വിസി സ്വീകരിക്കുകയും ജോയിന്റ് രജിസ്ട്രാർമാരോട് തനിക്ക് നേരിട്ട് ഫയലുകൾ അയക്കാൻ പറയുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് നേരിട്ട് വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസ് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ജൂൺ 6-ന് വിസിയുടെ യോഗത്തിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ ആയിട്ടുള്ള കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ തുടരുകയാണെന്നും അനധികൃതമായി സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ച് രജിസ്ട്രാർഡ് ഓഫീസ് കൈകാര്യം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ആവർത്തിച്ചാൽ സർവകലാശാല ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയനാക്കുമെന്നുമാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നോട്ടീസ് നൽകാനുള്ള പ്രധാന കാരണം തനിക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ആയിട്ടുള്ള കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ഈ ഹർജി പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ ഹർജി പിൻവലിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവിൽ ഒരു സുപ്രധാന പരാമർശമുണ്ടായിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ സിൻഡിക്കേറ്റിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ ബന്ധപ്പെടാം എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിട്ടുള്ള സിസ തോമസ് അനിൽകുമാറിന് ഇന്നലെ രാത്രിയോടുകൂടി നോട്ടീസ് നൽകിയത് അഖില. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, SFI പ്രതിഷേധത്തിൽ DGPക്ക് പരാതിയും സിസ നൽകിയിട്ടുണ്ട്. സർവകലാശാല ആസ്ഥാനത്ത് അനധികൃതമായി പ്രവേശിക്കുകയും ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും വരുത്തുകയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിസ തോമസ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത് അഖില. ശരി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.